ശരത്കുമാർ, PMCയിൽ UDF ഒന്നാം തരം രാഷ്ട്രീയ മലക്കമർച്ചിൽ രൂക്ഷമായി തന്നെ CPM പറയാം. അറബിക്കടലിൽ മുങ്ങിത്തപ്പെട്ട് കിട്ടിയില്ലല്ലോ എന്ന് പരിഹസിക്കാം. അത് BJPയുമായുള്ള എന്തോ ഒത്തുകളി ഡീലിന്റെ ഭാഗമാണെന്ന് വിമർശനം ശക്തമായി പറയാം. എന്തു പറഞ്ഞാലും ശ്രീ കെ അനിൽകുമാർ മനുസ്മൃതിയുടെ മാനിഫെസ്റ്റോ എന്നും ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിലുള്ള കാവ്യ അജണ്ട എന്നും നിങ്ങൾ തന്നെ പറഞ്ഞൊരു പദ്ധതി ഒരു ഒപ്പിടൽ ഒസ്യത്തിലൂടെ കേരളത്തിൽ അടിത്തറയിട്ടത് നിങ്ങളാണ് എന്ന വസ്തുത ഇല്ലാതാവോ? ഹാഷ്മി, ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം ഓർമ്മിക്കാൻ കഴിയുന്ന വിധമുള്ള പവർ കട്ടിന്റെ കാലമാണ്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അളിയൻ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല, പവർ ഫെയിലിയർ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം മറ്റേ അളിയനാണ് നല്ലത്. ഈ അളിയൻ അത്ര കൊള്ളുകല്ലാത്തതുകൊണ്ട് മറ്റേ അളിയനെ കൊണ്ടിരുത്തി ഭരിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഒരു അളിയൻ പോയതോടുകൂടി കറണ്ട് ഇല്ലാതായി. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടാണ്. നമ്മളുടെ ചെറുപ്പക്കാർ പിള്ളേർ, അവർക്ക് വണ്ടി മോഡിഫൈ ചെയ്യാനും പറ്റിയില്ല, പന്തുകൾ കാണാനും പറ്റിയില്ല. ചെറുപ്പക്കാർ പിള്ളേരുടെ അവസ്ഥ നോക്കി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നൊരു ചിരിയുണ്ടായിരുന്നല്ലോ. ആ വണ്ടിയെല്ലാം മോഡിഫൈ ചെയ്ത് ചെറുപ്പക്കാരിങ്ങനെ പറപറാന്നിങ്ങനെ പോകുന്നതൊരു പോക്കായിരുന്നു. ആ കുട്ടികളൊക്കെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്. അതിന് ഒരു ബുദ്ധി വേണം. അവിടെ എല്ലാവർക്കും സൗജന്യമായിട്ടങ്ങ് എല്ലാ KSRTC ബസ്സിലും പോകാമെന്നല്ലേ മാനിഫെസ്റ്റോ. അത് ഓർഡിനറി ആക്കിയിട്ട് എന്ത് ന്യായ ഇവർ വർത്താനം പറയണത്? ഇതിന് പരിഹാരമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ മോദി സർക്കാരിനോട് അവിശ്വസ്തതയാണ് കാലഘട്ടത്തിന്റെ ധർമ്മം. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തു? ഈ PM ശ്രീ പദ്ധതി നടപ്പിലായിട്ട് എത്ര കൊല്ലായി? ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സുകാർ ഇന്ത്യ മുഴുവൻ അതിന്റെ പൈസ വാങ്ങിച്ച് കൈകാര്യം ചെയ്തിട്ട് കാലം എത്രയായി? നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ഏതായാലും പിണറായി വിജയൻ ആ ഗവൺമെന്റ് ഈ MOU എന്ന് പറയുന്ന പാപപത്രത്തിൽ ഒപ്പിട്ടു നിങ്ങൾ പറയുന്ന എപ്പോഴാ? ആ സർക്കാരിന് മുന്നോട്ട് പോകാനാവാത്ത വിധം ശ്വാസം മുട്ടിച്ചു. SSKയുടെ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് ശ്വാസം മുട്ടിച്ചു. സംശയമൊന്നുമില്ലല്ലേ? ഈ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഒരു തവണയെങ്കിലും കേരളത്തെ ശ്വാസം മുട്ടിച്ച് SSKയുടെ ഫണ്ട് തരാത്തത് തെറ്റാണെന്ന് മോദിക്കെതിരെ പറഞ്ഞു. ഇപ്പൊ എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നലെ വന്ന് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി കള്ളം പറയാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ സതീശൻ ജയിലിൽ കിടക്കും, ഉറപ്പാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? നമ്മുടെ നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം നടത്തണം. ഗവർണർ ഒപ്പിടുമെന്നൊരു സംശയമുണ്ട്. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും സതീശന് പരാതിയില്ല. കാരണം എന്താണ്? അവർ ചക്കരം തേരുമാണ്. ഗവർണർ സർവകലാശാലകൾ ഭരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു പരിപാടിയുണ്ട്, തൃപ്പടി ദാനം. പണ്ട് ശ്രീ പത്മനാഭ സ്വാമിക്ക് ആ രാജ്യാധികാരം മുഴുവൻ കൈമാറിയ തിരുവിതാംകൂറിലെ മഹാരാജാവിനെ പോലെ സർവകലാശാലകൾ മുഴുവൻ കൈമാറി കൊടുത്തു. ഇവൻ ആളും ഉണ്ണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഇതൊക്കെ പറയുമ്പോഴും PMC വിഷയത്തിലേക്ക് വന്നാൽ അങ്ങ് തന്നെ പറയുന്ന ആ പാപപത്രത്തിൽ ഒപ്പിട്ട പാപമംഗലമായ ഭൂതകാലം നിങ്ങൾക്ക് മറന്നുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങാൻ പറ്റി ധാർമ്മികമായ അവകാശത്തിൽ നിങ്ങൾക്ക് ഉണ്ടോ ശ്രീ അനിൽകുമാർ? താങ്കൾ പറയുന്ന ഫണ്ടിന്റെ ഗതികേടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ SSK ഫണ്ട് തടയുന്ന ഗതികേടാണെങ്കിൽ അതിനെയും തടയപ്പെടും. ആ ഗതികേട് ഈ സർക്കാരിന് മേൽ ബാധകമായി നിൽക്കുന്നുണ്ട് അല്ലേ? ഫണ്ടിനപ്പുറം നമ്മൾ രാഷ്ട്രീയമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നമ്മൾ ഒപ്പിടാൻ പാടില്ലായിരുന്നു. നമ്മൾ ഒപ്പിട്ടു. അതിന് തലേ ദിവസവും ഇത് കാവ്യ അജണ്ട എന്ന് പറയുകയും ഇത് മനുസ്മൃതിയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുകയും ഇത് ഹിന്ദുരാഷ്ട്ര സംസ്ഥാനത്തിലാണെന്ന് പറയുകയും മതേതര ഹിന്ദുവിനെ വർഗീയ ഹിന്ദു ആക്കാനുള്ള ഉടായ്പാണെന്ന് എം സ്വരാജ് പറയുകയും നമ്മൾ ഒപ്പിട്ടു. ഒപ്പിട്ടിട്ട് ഇനി പോയ ബസ് പിടിച്ചാൽ കിട്ടുമോ? അത് പിന്മാറാൻ പറ്റില്ല MOU പ്രകാരം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹാഷ്മിക്ക് അല്പം പോലും ധാരണയില്ല ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വരുമ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ആരെങ്കിലും നിയമം അറിയാവുന്നവരോടൊന്ന് ചോദിക്കണം, എന്താണ് MOU, എന്താണ് എഗ്രിമെന്റ് എന്ന് നിയമം അറിയാവുന്ന ആരോടൊന്ന് ചോദിച്ചിട്ട് വന്നാൽ ഇന്നിങ്ങനെ വിഡ്ഢിത്തരം പറയില്ല. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധാരണാപത്രം എന്നാണ് അതിന്റെ മലയാളം. ധാരണാപത്രം എന്ന് പറഞ്ഞാൽ കരാറല്ല. കരാർ എന്ന് പറഞ്ഞാൽ പ്രതിഫലമുള്ളതായി തീരണം എന്ന് പറഞ്ഞാൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1 വെള്ളി രൂപ കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റിയെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും തല കുമ്പിട്ട് ഞങ്ങൾ കേൾക്കും. നിന്റെ വേഷം കിട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇപ്പൊ കേൾക്കാൻ സൗകര്യപ്പെടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? 1 വെള്ളി രൂപ കേരള സർക്കാർ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ നുണ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം ആ നുണ തിരുത്തണം. PM ശ്രീയിൽ കരാറുണ്ടോ? ഇല്ല. ഒപ്പിട്ടതാരാണ്? ഒരു വകുപ്പ് സെക്രട്ടറിയാണ്, അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടു, അല്ലാതെ വേറൊരാളും ഒപ്പിട്ടിട്ടില്ല. ചുമ്മാ നമ്പർ സത്യം പറ. അതിനെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തപ്പോൾ എന്താ തീരുമാനിച്ചത്? മുന്നോട്ട് പോകേണ്ടതില്ല. ഇപ്പൊ തീരുമാനം മന്ത്രിസഭയുടെയാണോ വകുപ്പ് സെക്രട്ടറിയുടെയാണോ? വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എടുത്ത തീരുമാനം മന്ത്രിസഭ തിരുത്തി. LDF രാഷ്ട്രീയമായി തിരുത്തി, മന്ത്രിസഭ തിരുത്തി. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എന്താണ് വകുപ്പ് സെക്രട്ടറി അതിലേക്ക് പോകാൻ കാരണം? PM ശ്രീയുടെ ഫണ്ടിന് വേണ്ടിയല്ല, മറ്റേ ഫണ്ട് തടഞ്ഞു വെച്ചു. നിങ്ങൾ ആലോചിക്കൂ, കാശ്മീർക്ക് അല്പമെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആലോചിക്കൂ. LDF സർക്കാർ ഇറങ്ങിയിട്ട് ഇപ്പൊ കാലം എത്രയായി? കഴിഞ്ഞ മാർച്ച് 31 ആയപ്പോഴത്തേക്കും PM ശ്രീ ഫണ്ട് അല്ല SSK ഫണ്ട് വല്ലതും മിച്ചം കിട്ടാൻ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും 1000 കോടി മിച്ചം കിട്ടാനുണ്ട്. സത്യം എന്താണെന്ന് ആർക്കറിയാമല്ലോ. സതീശൻ ഏത് നുണയും പറയാം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നുണ പറഞ്ഞാണ് ഞങ്ങളെ തോപ്പിച്ചത്. ഇപ്പോഴും പച്ചയ്ക്ക് ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്.
ചോദിക്കുന്നവരോട് ചൂടായിക്കൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിൽ അല്ലല്ല, അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ശ്രീ അനിൽകുമാർ, നമ്മൾ ഈ പറഞ്ഞ സാങ്കേതികത്വമേ പറയേണ്ട കാര്യമില്ല, MOU പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ പദ്ധതി ശരി പോയ സർക്കാർ നടത്തിയ രാഷ്ട്രീയ തെറ്റാണെങ്കിൽ ഞങ്ങൾ ആ തെറ്റ് തിരുത്തും. ഞങ്ങൾ ഈ പദ്ധതി സൗകര്യമില്ല, ഇതിന് പ്രഖ്യാപിച്ച കേന്ദ്രം ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയട്ടെ, അത് വേറെ ചോദ്യം, അത് വേറെ കാര്യം. അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. അത് ശരി വഴി കുത്തിരിക്കാൻ അതല്ല, അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. ഒരു മുഖ്യമന്ത്രി നുണ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നുണയെ പൊളിക്കാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ടോ? എന്റെ ചോദ്യം അതാണ്. ഒരു മുഖ്യമന്ത്രി നുണ പറഞ്ഞാൽ നിങ്ങളുടെ പണി എന്താ? ഞങ്ങൾ 10 കൊല്ലം ഇരുന്നപ്പോൾ നിങ്ങളുടെ പണി എന്തായിരുന്നു? നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. നിങ്ങളുടെ ഒരു സൗജന്യത്തിന് ഞങ്ങൾ വന്നിട്ടുമില്ല, നിങ്ങൾ ഞങ്ങളോട് സൗജന്യമായി പെരുമാറിയിട്ടുമില്ല. പണി എടുക്ക്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞങ്ങൾ മോദി പറഞ്ഞത് ഒപ്പിട്ടിരുന്നെങ്കിൽ SSKയുടെ 1000 അന്നേ കിട്ടുമായിരുന്നു. നിങ്ങൾ മോദി പറഞ്ഞ ഒപ്പിട്ടു വേണ്ടാന്ന് ശരൽകുമാർ. ആ MOU-വിൽ പറയുന്നത് ഡോസ് ആൻഡ് എൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ reserves the right to rescind, cancel, terminate the agreement in the interest of the public by giving a notice of 30 days. In the event of any amendment, alteration or modification, the terms of the agreement it shall be made through mutual consent of both the parties. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. എന്ന് പറഞ്ഞാൽ MOU എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പരസ്പരധാന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് PMC എല്ലാ സംസ്ഥാനപ്പെടുന്നത് കരാറല്ല, MOU തന്നെയാണ്. അതിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് 30 നോട്ടീസ് ടെർമിനേറ്റ് ചെയ്യാം. അതല്ലാതെ മാറ്റണമെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്താം. അങ്ങ് എന്റെ വിവരത്തെ പറ്റി പറഞ്ഞല്ലോ, അങ്ങ് മിനിമം MOU ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയണം ചർച്ചയ്ക്ക് വരുമ്പോൾ. ശ്രീകുമാർ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. അനിൽകുമാർ പറയുന്ന കേട്ടാത്തൊന്നും ഇതിപ്പോ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പൊ സിനിമാ താരം രമേശ് പിഷാരടിയൊക്കെയാണ്, അദ്ദേഹം ആരെ വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ. രമേശ് പിഷാരടി കേരളത്തിന്റെ MLA ആയി, മനസ്സിലായില്ലേ? രമേശ് പിഷാരടിയെ കൊണ്ടുപോയി ഒരു അഭിപ്രായം പറഞ്ഞു ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് വിശ്വസിപ്പിക്കാനെന്ന്. നിങ്ങൾ ആ KPSC ഇന്നസെന്റിനെ ഇറക്കി പരസ്യം ചെയ്തില്ലേ? ചളമായെന്നാ തോന്നുന്നത്. മദ്യവിമുക്തമായിട്ടുള്ള കേരളത്തെ സ്വപ്നം കാണാൻ വേണ്ടി ഘട്ടം ഘട്ടമായി മദ്യ വർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞിട്ട് UDF സർക്കാർ പൂട്ടിയതൊക്കെ നിങ്ങൾ കൂട്ടി കൊടുത്തില്ലേ? മദ്യശാലകളുടെ എണ്ണം കൂട്ടിയില്ലേ? അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അങ്ങനെയല്ല, നിങ്ങൾ പിന്നെ ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി നടത്തിയപ്പോൾ മുഴുവൻ ബസ്സിലും കൊടുത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം. കുറച്ച് ബസ്സിലെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. 10,000 ജില്ലാ KSRTCയിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ 2,500 ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 5 കൊല്ലം ആകാനായിട്ട് 4 മാസം ബാക്കി നിൽക്കുമ്പോഴല്ലേ നിങ്ങൾ എന്ത് ചെയ്ത് 400 രൂപ കൂട്ടിയത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. 2000 ആക്കിയത്. നിങ്ങൾ അധികാരം ഒഴിയുമ്പോൾ പോലും നിങ്ങൾക്ക് 2,500 കൊടുക്കാൻ പറ്റുമോ? പറ്റിയില്ല. നിങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കാതെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ 30 ദിവസത്തിനിടയിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. ബാക്കി നാളെ ബഡ്ജറ്റ് വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? നിങ്ങൾ വഞ്ചന നടത്തിയപ്പോൾ ഞങ്ങൾ ആളുകളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ നോക്കുന്നു. ഇനി താങ്കൾ പറയുന്നത് ശ്വാസം മുട്ടിച്ചു, കേന്ദ്ര സർക്കാർ ഫണ്ട് തരാതെ ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിടാൻ പോയതെന്ന്. അപ്പൊ ശ്വാസം മുട്ടിയാൽ അപ്പോൾ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നിങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും വീട്ടിലെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും കൂടിയിട്ട് വിദേശ യാത്രയ്ക്ക് പോയി, വിനോദയാത്ര നടത്താൻ പോയി. എന്തിനാ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ. ഇന്ത്യയിൽ വേറെ എങ്ങും ഇടതുണ്ടാക്കണമെന്ന് തോന്നിയില്ലല്ലോ. വിദ്യാർത്ഥികളിലേക്ക് PM ശ്രീയുടെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ നയങ്ങൾ ഒളിച്ചു കടത്തുന്നതിന് എതിർ തന്നെയാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇത് വീണ തൈക്കട്ടിലും കരിമണൽ കർത്തയും നടത്തിയ കമ്പനിയിലെ കരാർ പോലെയല്ല. സൗകര്യം പോലെയൊക്കെ വെച്ച് മാറുക, സൗകര്യം പോലെ കരാർ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.